കുരയ്ക്കും പട്ടി കടിക്കില്ല. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന്. ഇതിൻ്റെ അർത്ഥം എന്താണ്? പല പ്രാവശ്യവും ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നിട്ട്. എനിക്ക് അതിനൊരു ഉത്തരം കിട്ടിയതേ ഇല്ല. പക്ഷേ വിവാഹശേഷം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ, ഇവരെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാനൊരു സ്പെക്ടേറ്ററായിട്ട്, ഒരു ഒബ്സർവറായിട്ട് പല കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലായത്. എന്ന് വെച്ചാൽ, ഈ കുരയ്ക്കുന്ന പട്ടിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവ കുറച്ച് നമ്മളെ പേടിപ്പെടുത്തും. ആക്ച്വലി പേടിപ്പെടുക്കുമ്പോൾ നമ്മൾ ഒരു പരുവത്തിലാവും, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരു പരുവത്തിലാവും. അപ്പോൾ ശരിക്കും ആ പേടി കാരണം നമ്മൾ ആ ഭാഗത്തോട്ട് പോവില്ല. അതല്ലെങ്കിൽ ആ ഭാഗത്തുനിന്ന് മതി കടന്നു പോകും. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പോകും. ഓക്കെ. പക്ഷേ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, ഇതെന്തിനാ ഇങ്ങനെ കുരച്ചത് എന്ന്. ആക്ച്വലി അതിന് കുരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ, കടിക്കാൻ അറിയില്ല. പക്ഷെ നമ്മളത് കടിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ ഓടി രക്ഷപ്പെടുന്നതും, അല്ലെങ്കിൽ അതിനെ പോകുമെന്നോ പറഞ്ഞിട്ടോ എന്തെങ്കിലും വടിയെടുത്തോ മറ്റോ അടിച്ചിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. ആകെ മൊത്തം അവരുടെ കടി കൊണ്ട് നമ്മൾക്ക് പേടിയാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇതിൻ്റെ ഉത്തരം എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളും, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, നമ്മുടെ ബന്ധുക്കളാവട്ടെ, നമ്മുടെ കെട്ടിയവരാവട്ടെ, മക്കളാവട്ടെ, ആരെങ്കിലും നമ്മുടെ കൂടെയുള്ളവർ, ഇതിൽ ചിലവർക്കൊക്കെ ഇങ്ങനെ ഒരു നിലവിളിക്കുന്ന സ്വഭാവമുണ്ട്. ആദ്യമൊക്കെ ഞാൻ പേടിച്ചിരുന്നു. പിന്നെ മനസ്സിലായി, ഇതാണല്ലേ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചുമ്മാ കുരയ്ക്കും. അതിന് നമ്മൾ നിന്നു കൊടുത്താലോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ കണ്ട് എതിർത്താലോ, അതല്ലെങ്കിൽ റിയാക്ട് ചെയ്താലോ മാത്രമേ നമുക്ക് പ്രശ്നമുണ്ടാവുള്ളൂ. റിയാക്ട് ചെയ്ത് പയ്യെ വിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ വാറ്റ് പോവുകയും ചെയ്യും. ഇതേ ആൾക്കാർ നമ്മുടെ കൂടെ വാലാട്ടിക്കൊണ്ട് സ്നേഹത്തോടെ വരുമെന്ന്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഇത് ഹാൻഡിൽ ചെയ്യുന്നൊരു വിധമുണ്ട്. ആ വിധമാണ് വളരെ കെയർഫുള്ളായിരിക്കുക. പക്ഷെ സാധാരണ വീട്ടിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും നിലവിളിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ഒരു അറിവെറുപ്പുണ്ടാവും, ഇല്ലേ? അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് വെച്ചാൽ, കുരയ്ക്കുന്ന പട്ടിക്ക് കുരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ വീട്ടിൽ വളരുന്ന നായ്ക്കളും കുരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവരാദ്യം കുരച്ച് നമ്മളെ പേടിപ്പെടുത്തും. പിന്നെ ഈ വീട്ടിൽ വളരുന്ന പട്ടി തന്നെ നമ്മൾ മണ്ടാതിരിക്കുക പറഞ്ഞ് നമ്മൾ ഈ ഗസ്റ്റ് അകത്തോട്ട് വരുമ്പോൾ വാലാട്ടി കൊണ്ട് നമ്മൾ നക്കും. മനസ്സിലാവുന്നില്ലേ? സോ അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ കമൻ്റ് ഇടാം. ഓക്കെ, നമസ്കാരം.